പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ഇതോടെ തുടക്കമായിരിക്കുകയാണ്. എന്നാൽ എയിംസ് ഉൾപ്പെടെ പുതിയ വാഗ്ദാനങ്ങളൊന്നുമില്ലാതെയാണ് കേരളത്തിൽ NDA പ്രചാരണത്തിന് പ്രധാനമന്ത്രി തുടക്കമിട്ടത്. സോളറും സ്വർണ്ണക്കൊള്ളയും CMRLും ഉന്നയിച്ച് LDF UDF മുന്നണികൾക്കെതിരെ പ്രധാനമന്ത്രി രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു. NDA വിജയിപ്പിച്ചാൽ മാറാത്തത് മാറുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. यहां जब UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए. LDF के लोगों पर गोल्ड की लूट के आरोप है तो UDF के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, സാധാരണ വികസനം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും BJP എടുത്തു പറയാറുള്ളത്. ഇവിടെയും അതുതന്നെ പലകുറി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി. വികസനത്തെക്കുറിച്ച് പറയുകയാണ്, മാറ്റം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. പക്ഷേ കാത്തിരുന്ന ഒരു പ്രഖ്യാപനവും ഇല്ലാതെയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പുതിയതായി ഒന്നും കേരളത്തിന് നൽകാനില്ലാതെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതെ അനുജ, NDAക്ക് 5 വർഷം തരൂ, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇവിടെ അത് ഇരട്ട എഞ്ചിനുള്ള ഒരു സർക്കാരായി മാറും NDAയുടേത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. 3 പരിപാടികളിലാണ് പങ്കെടുത്തത്. ഈ 3 പരിപാടികളിലെയും പ്രസംഗം ആകെ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറമായി, അല്ലെങ്കിൽ NDA BJP കേന്ദ്രം ഒക്കെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറമായിട്ട് വമ്പൻ പ്രഖ്യാപനങ്ങളോ സർപ്രൈസായി കേരളം കരുതി വച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഗിഫ്റ്റോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് പറയേണ്ടി വരും. 2ാമത്തെ തവണയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും അതൊരു വമ്പൻ പ്രഖ്യാപനങ്ങൾ, എയിംസ് ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങളിലെ എന്തെങ്കിലും ഒരു വിരൽ ചൂണ്ടൽ ഉണ്ടാകും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലും അതുണ്ടായിട്ടില്ല. പ്രത്യേകമായും LDFനെയും UDFനെയും കടന്നാക്രമിച്ചുകൊണ്ടും NDA വന്നാൽ വികസനം നടപ്പാക്കും എന്നുള്ളതും ആവർത്തിക്കുകയാണ് ഇവിടെയും പ്രധാനമായും ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ എടുത്തു പറയാനുള്ളത് UDF സോളാർ ആയിരുന്നു UDFന്റെ കാലത്തുള്ളായിരുന്ന പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ. അത് LDF ആയപ്പോഴേക്കും CMRL ആയി. ഇപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്നാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിരിക്കുന്നത്. അതിൽ 2 പേർക്കും പങ്കാളിത്തമുണ്ട്. ഒപ്പം UDF ജമാഅത്ത് ഇസ്ലാമിനെയും LDF PDPയെയും അനുനയിപ്പിച്ചുകൊണ്ട് ഒപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. അഴിമതിയും ഒക്കെയാണ്, കെടുകാര്യസ്ഥതയുമാണ് പ്രധാനമായും നടക്കുന്നത്. യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പ്രവാസികൾ അവിടെ യുദ്ധ സംഘർഷത്തിൽ അവിടെ കുടുങ്ങിപ്പോയാലും അവരെ സംരക്ഷിക്കാനുള്ള കരുത്ത് കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 5 വർഷം NDAയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 10,800 കോടിയുടെ പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് അദ്ദേഹം ശിലാസ്ഥാപനവും അത് മറ്റ് പരിപാടികളുടെ ഉദ്ഘാടനവും നടത്തിയിരിക്കുന്നത്. അതിലെ ദേശീയപാതയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചിട്ടുള്ള വിവാദത്തിന് ഇതിനോടകം അത് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ഇതിലിപ്പോൾ വികസനം എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു മാറ്റം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. ഇരു മുന്നണികളുടെയും കാലത്ത് നടന്നത് എന്ത്, അതിൽ സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. CMRL പറയുന്നു. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 മുന്നണികൾക്കും പങ്കെങ്ങനെയാണ് എന്നതൊക്കെ പറയുമ്പോൾ പോലും എന്തെങ്കിലും പുതിയൊരു പ്രഖ്യാപനം എന്താകും? BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വാഗ്ദാനം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഒരു പദ്ധതി പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ എയിംസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു പരാമർശമൊക്കെ അത് BJP നേതാക്കൾ അല്ലെങ്കിൽ BJP അണികളൊക്കെ എങ്കിലും അതൊക്കെ ആഗ്രഹിച്ചിരുന്നതാകാമില്ലേ വിപിൻ?
അതെ അനുജ, ഈ ജനുവരി 23-നായിരുന്നു ഇതിനു മുൻപ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നത്. അന്ന് ഇലക്ഷൻ ജയിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം BJPക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും വലിയ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ച ഒരു ഘട്ടമായിരുന്നു അന്ന്. പക്ഷേ അത് ഉണ്ടായില്ല. നമ്മൾ അപ്പോൾ അതിവേഗ റെയിൽപാതയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ, എയിംസ് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഉണ്ടാകുമെന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു വാഗ്ദാനമോ ഉണ്ടായിട്ടില്ല. അത് ഇപ്രാവശ്യം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. കേരളം അത് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ NDAയുടെ നേതാക്കളും പ്രവർത്തകരും അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒന്നിലേക്കും കടന്നില്ല എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയ വിമർശനം തുടരുന്നു. ഒപ്പം വികസനത്തിൽ ഇപ്പോൾ ഊർജ്ജ മേഖലയിൽ കൂടുതൽ മുന്നോട്ട് വരും. ഒപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് AI കാലമാണ്. അപ്പോൾ അതിലേക്ക് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കും. ഈ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇലക്ട്രിക് വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറമായി കേരളത്തിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇന്നത് കേരളത്തിനുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു 5 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, 5 ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. അത് 3000 രൂപയ്ക്ക് ക്ഷേമ പെൻഷൻ നമ്മൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സ്ത്രീകൾക്ക് KSRTCയിൽ തീർച്ചയായിട്ടും അത് ഫ്രീ സൗജന്യമായിരിക്കും ആ യാത്ര തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് പറയാവുന്ന രീതിയിൽ കേരളത്തിന് ഇന്നത് ഇനി ഉണ്ടായിരിക്കും എന്ന് പറയാവുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിക്കുകയും ഒപ്പം തന്നെ NDA അധികാരത്തിലെത്തുകയാണെങ്കിൽ അത് ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 5 വർഷത്തെ അവസരം തരൂ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ മോദിയുടെ ഗ്യാരണ്ടി, വികസന ഗ്യാരണ്ടി പറയുകയാണ് BJP ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രകടന പത്രികയാണ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു NDAയുടേത്. വരും ദിവസങ്ങളിൽ അത് NDA പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവ് ഉണ്ടാക്കി എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. നാളെ BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് BJP ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയും അദ്ദേഹം 4 മണിക്കൂർ ചിലവിട്ട തിരിച്ചു മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെയും അദ്ദേഹം മോദി ഗ്യാരണ്ടി ഒപ്പം തന്നെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുതിയതായി ഒരു പദ്ധതി പോലും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം മധ്യപൂർവേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ഇതാദ്യമായ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കേരളത്തിൽ വെച്ചാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒട്ടേറെ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ് എന്ന് പറയുന്നു. ഒപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനവുമുണ്ട്. കോൺഗ്രസ് യുദ്ധ സാഹചര്യത്തെ പോലും രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴെങ്കിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.